പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല കേട്ടോ, മേളിലാണ്. ഇതുണ്ടോ, ഒരു കോവക്കയുടെ മുഴുപ്പ് ഉണ്ടോ. അപ്പോൾ ഇച്ചിരി കോവക്കയൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. ആ കൂടത്തിൽ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ അകത്ത് പറഞ്ഞില്ലേ, ധാരാളം വേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗ് നിറച്ച സമയത്താണ്, നമുക്ക് ഗ്രോ ബാഗും ചാക്കിനകത്തും ഒക്കെ ഇട്ട സമയത്താണ് എനിക്ക് ഈ വേസ്റ്റ് വന്നത്. സത്യത്തിൽ ഒരു വർഷം പോലും എനിക്കിരുന്നില്ല. പിന്നെ പഴയ ഉപയോഗിച്ച ഗ്രോ ബാഗും ചാക്കൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വേസ്റ്റ് പെട്ടെന്ന് പൊടിഞ്ഞു പോയത്. പിന്നെ ടെറസിൽ നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല വെയിലാവുമ്പോഴത്തേക്കും ഈ ഗ്രോ ബാഗിന് നല്ല ഒരു വലിയ ലൈഫുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് കാരണം എനിക്ക് വളരെ വിലക്കുറവിൽ നമുക്കിത് ഈ ഒരു സംഭവം കിട്ടി. ഈ പാത്രം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണത്തിന് എനിക്ക് 60 രൂപ എന്ന കണക്കിനാണ് കിട്ടിയത്. ഞാൻ 10 ആദ്യം വാങ്ങിയുള്ളൂ. എന്നാ വെച്ചാൽ ഇത് രണ്ടായിട്ട് എനിക്ക് തോന്നുന്നു, രണ്ടായിട്ട് മുറിച്ചാൽ ഈ ഒരു ഭാഗം വരും. അതിന്ന് മുറിക്കണം. മുറിച്ചിട്ട് ഒരു 20 എണ്ണമാക്കി നമുക്ക് കൃഷി വിത്തിൽ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ചെയ്ത് വെക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് വേസ്റ്റ് എനിക്ക് വന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ പലരും വീഡിയോസിലാരും ഈ വേസ്റ്റ് വരുന്നത് കാണിക്കുന്നില്ല. ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ എനിക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അത് തന്നെ വരുന്നത്. കാര്യം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഈ ഹരിതകർമ്മസേന അവരൊക്കെ ആണെങ്കിൽ പോലും ഇത് ഞാൻ കഴുകി കൊടുത്താലേ അവരെടുക്കുകയുള്ളൂ. ചുമ്മാ ഇങ്ങനെയൊന്നും കൊടുത്താൽ എടുക്കില്ല അവരും. പിന്നെ അവരും മനുഷ്യരല്ലേ, നമ്മൾ അത് കൊടുക്കുമ്പോഴത്തേക്കും ചുമ്മാ ഇങ്ങനെയൊക്കെ കൊടുത്താലും അവരും അത് വൃത്തിയാക്കി എടുക്കേണ്ടതല്ലേ. അപ്പം അത് കാരണം കഴുകിയും നനവില്ലാതെയും തന്നെ കൊടുക്കണം. അതൊരു വലിയ പണിയാണ് എനിക്ക്. അപ്പോൾ അതിൽ നിന്നൊരു പോകാൻ വഴി ഞാൻ ഈ ഫ്രിഡ്ജ് ബോക്സിന് അഭയം തേടാമെന്ന് വെച്ചു. പക്ഷേ ഫ്രിഡ്ജ് ബോക്സും എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം നമുക്കിവിടെ താഴം കത്തിക്കേണ്ടി വന്ന സമയത്ത് ഒരു ഫ്രിഡ്ജ് ബോക്സ് ഇങ്ങനെ മൂടി കിടക്കുമായിരുന്നു. പുല്ല് പിടിച്ച് അതിനകത്ത് ഇങ്ങനെ നിറച്ച് മൂടി കിടക്കും. അപ്പോൾ പുല്ല് കരിഞ്ഞ സമയത്ത് അവിടെ ജസ്റ്റ് ഒന്ന് തീയിട്ടതാണ്. പറമ്പിൽ മൊത്തം പടന്ന് കയറി ഒരു ഫ്രിഡ്ജ് ബോക്സിന് തീ പിടിച്ചിട്ട് ആ കത്തിയ പുക കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതുപോലത്തെ പുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അണച്ചു. അതിൻ്റെ വേസ്റ്റ് അവിടെ കിടപ്പുണ്ട്. അപ്പം അത് കാരണം ഫ്രിഡ്ജ് ബോക്സിനെയും അഭയം പ്രാപിക്കണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു 10-25 കൊല്ലമൊക്കെ നിൽക്കും. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം മുന്നേ ഞാൻ ഉപയോഗിച്ച എൻ്റെ പാത്രങ്ങൾ ഇപ്പോഴും വലിയ പ്രശ്നമില്ലാതെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇതിനിടയ്ക്ക് എൻ്റെ കോവക്ക ഇതുണ്ടതേ, ഇത് മതി ഞങ്ങൾക്ക് ഉച്ചത്തേക്ക്. ഇനിയൊരു 3-4 കൂടി ഉണ്ട്. ഞാൻ ഇന്നലെ വന്ന് കണ്ടു. പക്ഷേ ഇതിപ്പോൾ വെയിലായത് കാരണം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സമയത്ത് വിളവെടുക്കരുതെന്നുമാണ് പലരും പറയുന്നത്. എന്നാന്ന് വെച്ചാൽ വിളവെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് വിളവ് കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ആവശ്യം വരുമ്പോൾ ഓടി വന്നെടുക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ വന്നപ്പോൾ കുറച്ച് കണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് തപ്പി അങ്ങനെ നോക്കുമായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു തോരൻ വെക്കാനുള്ള ഇത് കിട്ടിയത്. അതിനിടയ്ക്ക് പുഴുവുണ്ട് കേട്ടോ എൻ്റെ ഇതിനകത്ത്, നമ്മൾ മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ട്. അപ്പം ഇന്ന് അത് കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ ടെറസിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സംഭവമാണ്. അപ്പോൾ ഈ ചീരേനെ നമുക്ക് ഒന്ന് എടുത്തേക്കാം. കാര്യം എന്നാന്ന് വെച്ചാൽ അടിയിലുള്ളവനും നന്നായിട്ട് കയറി വരട്ടെ. 2 ദിവസമായിട്ട് ഇവിടെ ഒരുവിധം മഴ കിട്ടുന്നുണ്ട് കേട്ടോ. അതാ പെട്ടെന്ന് ഇത് ഇത്രയും നല്ല രീതിക്ക് ആയി വന്നതിൻ്റെ കാര്യം ഇത് പറഞ്ഞാൽ ഞാനിവിടെ നിർത്തുക. ചവനും വീണ് അടുത്ത വർഷത്തേക്കൊന്ന് സ്പ്രെഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കൃഷി. അപ്പോൾ ഇത് ഇത്രയും നല്ല രീതിക്ക് വന്നതിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ, നല്ല രീതിക്ക് ഞാൻ കരിയില കമ്പോസ്റ്റാക്കി ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ വളർന്നു വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാം. തഴുത്ത് കണ്ടോ, ആ കൂട്ടിയിട്ടേക്കുന്നത് കരിയിലയാണ് മൊത്തം. അപ്പം അതിൽ കുറേ ഗ്രോ ബാഗ് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ആ കരിയില വീണ്ടും ഞാൻ എടുത്ത് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ കരിയില എടുത്താണ് ഞാൻ ഇത്രയും കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷവും ഇത് അങ്ങനെ നിറച്ചിട്ട് നല്ല രീതിക്ക് തന്നെ കമ്പോസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നമ്മൾ കൃഷി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ പല വീഡിയോസിലും ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കണം കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് പെട്ടെന്ന് ചെയ്യാം. ദൈവമേ, ഇത് പോയി മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് മേടിച്ച് അതൊരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇനി ഇതിനേക്കാളും വലിയ കാര്യം അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതെന്ത് കെമിക്കലാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു കെമിക്കൽ വരുന്ന പാത്രങ്ങളായിരിക്കുന്നേ. കെമിക്കലിൻ്റെ പേരാണോ അത്? എന്തായാലും
ഇവിടെ അടുത്തൊരു ഫാക്ടറി ഉണ്ട്, ഈ നെയ്യുടെയൊക്കെ ചാളനെയ്യുടെയൊക്കെ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. ഉണ്ട് കേട്ടോ അവിടെ ഇഷ്ടം പോലെ. ഫസ്റ്റ് ഞാൻ 10 എടുത്തിട്ടുള്ളൂ, ഇനിയും കുറച്ചുകൂടി എടുത്ത് നല്ല രീതിക്ക് ഇത് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ? നമ്മളെല്ലാം കളഞ്ഞെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം എനിക്ക് കോവയ്ക്കായിട്ടും ചീരയായിട്ടും വഴുതനയായിട്ടും വെണ്ടയായിട്ടും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഞാൻ വെക്കാതെ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കോവൽ തന്നെയാണെങ്കിലും ഞാൻ കഴിഞ്ഞ വർഷം വെച്ചതുപോലും അല്ല, തന്നെത്താനെ കിളുത്തു വന്നാണ്. ഇത് തന്നെയാണെങ്കിലും തന്നെത്താനെ കിളുത്തു വന്ന ഞാൻ അധ്വാനിക്കാത്ത സാധനം. ഇതുകൊണ്ട് പരുന്ത് കണ്ടത് ദൂരം പരുന്താന്ന് നോക്കി. എനിക്ക് ഒരു പരുന്ത് ഇവിടെ കൂട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ നമ്മുടെ ഈ ഒരു മരത്തിൽ 2 പരുന്ത്, അവർ കുറേ മാസങ്ങളായിട്ട് വന്നിരുന്ന് അവിടെ മുട്ടയിട്ട് കുഞ്ഞായി. കഴിഞ്ഞ ദിവസം ചിറകൊക്കെ അടിക്കണേ ഞാൻ കണ്ടായിരുന്നു, ചിറകടിച്ച്. പക്ഷെ അവരെന്നോട് പറയാതെ അത് പറന്നും പോയി കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പിന്നെ അവരെ കാണാനില്ല എന്ന്. അപ്പം എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.